അമ്മ എന്താ ഈ പോൺ വീഡിയോസ്? ഈ പഠിക്കുന്നതിന്റെ അതെന്താ ചോദിച്ചേ? അല്ല അമ്മ, എന്റെ ഫ്രണ്ട് 4 ക്ലാസ് വെച്ച് ചോദിച്ചു, നീ പോൺ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, അടിപൊളിയാണ്. ഇബ്രാഹിം എന്താ പറഞ്ഞു? ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഈ ഏജില്ലേ പിള്ളേരുടെ, ആ ഏജിൽ ഇതൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് സംഭവമാണെന്ന് തോന്നുന്ന ഒരു വീഡിയോസ് ആണ്. ഇതെന്താന്ന് വെച്ചാല്, എന്താ പോൺ വീഡിയോസ് എന്ന് വെച്ചാൽ അഡൾട്ട് സെക്ഷൽ കണ്ടന്റ് ഉള്ള വീഡിയോസ് ആണ്. നമ്മള് സർട്ടിഫൈഡ് സിനിമ എന്താ കുട്ടികളെ കാണിക്കാത്ത? അത് ഓൺലി ഫോർ അഡൾട്ട്സ് ആയതുകൊണ്ട്. അഡൾട്ട്സ് ആവുന്ന എന്താ സെക്ഷൽ കണ്ടന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാവാം. അതുകൊണ്ടാണല്ലോ. ദാറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ കിഡ്സ്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല ഫോൺ വീഡിയോസ്. നിമോന്റെ ഫ്രണ്ട് കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരുപക്ഷെ അവൻ കണ്ടിട്ടുണ്ടാവും, അല്ലെ അവനോട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും അത് കുട്ടികൾക്കുള്ളതല്ല. പിന്നെ ഈ അഡൾട്ട് ആയാലും അത് കാണുന്ന നിർബന്ധമൊന്നുമില്ല. ഇതിനകത്തൊക്കെ കാണിക്കുന്ന സെക്ഷൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ എക്സാഗ്രേറ്റഡ് ആണ്, ഭയങ്കര പൊലിപ്പിച്ച് കാണിക്കുന്ന സെക്ഷൽ കണ്ടന്റ്സ് ആണ്. ലൈക് നമ്മൾ WWF ഇടി കാണത്തില്ലേ, ഫൈറ്റ് കാണത്തില്ലേ, നമുക്കറിയാം അത് ഒരു ഷൂട്ടിംഗ് പോലെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്, അത് ശരിക്കുള്ള ഇടിയല്ല. ശരിക്കും അവർക്ക് ഇടിച്ച് അങ്ങനെ താഴെ ഇട്ട കസേര വെച്ചൊക്കെ അടിച്ച മരിച്ചു പോകും നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനെ അത് അങ്ങനെ കാണും, അതൊരു എന്റർടൈൻമെന്റ് പോലെ കാണാം. ചില ആൾക്കാർക്ക് അതിനോട് അഡിക്ഷൻ തോന്നും. അതേപോലെ ഫോൺ വീഡിയോസിനോട് അഡിക്ഷൻ തോന്നുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് ചില സിനിമകൾ സർട്ടിഫൈഡ് ആണെന്ന് അമ്മ പറഞ്ഞില്ലേ. കുട്ടികളൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഇവർക്ക് ഇത് കാണാത്ത ഒരു സാധനമാണ്, ഇവർ അനുഭവിക്കാത്ത ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് ഈ എക്സാഗ്രേറ്റഡ് ഒക്കെ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഇതിനോട് അതിനെ പറ്റി ചിന്ത കൂടും, അങ്ങനെ മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആകും, അതിനോട് താല്പര്യം കൂടുകയും അത് കാണണമെന്ന് തോന്നുകയൊക്കെ ചെയ്യും. അതായത് ഒരു ടൈപ്പ് ഓഫ് അഡിക്ഷൻ ലൈക്ക് ഡ്രഗ്സ്, അതുപോലത്തെ അഡിക്ഷൻസ് അതിനോട് വരാം. വലിയവരാകുമ്പോൾ, അഡൾട്ട്സ് ആകുമ്പോൾ, ഏജ് ആകുമ്പോൾ ഇതിന്റെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അഡിക്റ്റായി പോകുന്നവരുണ്ട്. അതിപ്പോ എല്ലാത്തിനും ഇല്ലേ, ഡ്രഗ്സിനില്ല. അതുപോലെ അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളോ നിങ്ങൾ കാണേണ്ട കാര്യങ്ങളോ അല്ല. ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മതി. അത്രേ ഉള്ളു. ഇതിപ്പോ എനിക്ക് ഉമ്മാടുത്തും ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലേ ചോദിച്ചത്. അതെ, കുറെ പേരുണ്ടാവില്ലേ ചോദിക്കാതെ. അതാണ് പ്രശ്നം മോനെ. നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതുള്ള കൊണ്ട്, അല്ലെങ്കിൽ മോയി മാപ്പാടത്ത് എന്തെങ്കിലും ചോദിക്കാം. അത്രയും ഫ്രീഡം നമ്മുടെ ഇടയിലുണ്ട്, സംസാരത്തിലുണ്ട്. ചില കുട്ടികൾക്ക് ഇതൊന്നും പോയി പേരൻസിനോട് അപ്പൊ അവരെന്ത് ചെയ്യും, അവര് ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അവര് ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫോണൊക്കെ കയ്യിരിക്കും കണ്ടുപിടിക്കുമ്പോഴാണ് ഇവർ ഇതിനെയും ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന സംഭവത്തിനുണ്ടാവുന്ന ഒരു ഫാസിനേഷൻ തോന്നും. അപ്പൊ ഞാൻ വലുതാവട്ടെ, അത് കഴിഞ്ഞിട്ട് അതൊക്കെ കാണാം, അതൊക്കെ മനസ്സിലാക്കാം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തെങ്കിലും പോകാൻ പറ്റും? ഇല്ല, നമുക്ക് അസിസ്റ്റൻസ് വേണം ആൾക്കാരുടെ. ടിക്കറ്റ് ഇല്ല, പക്ഷെ 20 വയസ്സാകുമ്പോൾ അങ്ങനെ പോകാൻ പറ്റും. അതുപോലെ എല്ലാം ഒരു പ്രായമാകുമ്പോൾ അതിന്റേതായ കാര്യങ്ങൾ വരും. അത്രേ ഉള്ളൂ പോകാൻ വേണ്ടി. ആ മോൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അവന്റെ അമ്മ എന്ത് വ്യക്തമായിട്ടാണ് അതിന് മറുപടി നൽകുന്നത് കണ്ടു. പക്ഷെ ഈ ചോദ്യങ്ങള് ഞാനൊരു 90 കിഡാണ്, 80s 90s ഉള്ളവര് അവരുടെ അച്ഛന്റെ അമ്മടിക്കലൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ അവിടെ അടിവഴക്ക് ബഹളം പിന്നെ പറയേ വേണ്ട. പക്ഷെ ആ 80s 90s ഇപ്പൊ പേരൻസ് ആയിരിക്കും. എന്നാൽ നമുക്കിപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമുക്ക് കൃത്യമായ മറുപടികൾ നൽകാൻ പറ്റും. അതാണ് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം.